എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് എത്രത്തോളം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, അവർ എത്രമാത്രം നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട്, അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് എത്രത്തോളം വാല്യൂ അവർ നൽകുന്നുണ്ട് എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്യുക, വളരെ പോസിറ്റീവായിട്ടിരിക്കുക, നിങ്ങളുടെ പേഴ്സണെ ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക, നല്ല രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റീഡിംഗ് കിട്ടാനായിട്ട് നല്ല രീതിയിലുള്ള പ്രാർത്ഥന വേണം. ഓക്കെ, സോ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് നൈറ്റ് ഓഫ് കപ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ദ മജീഷ്യൻ കിട്ടിയിട്ടുണ്ട്, ദ എംപറർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് കിട്ടിയിട്ടുള്ളത് ദ ജസ്റ്റിസ് വിത്ത് 10 of cups. ഓക്കെ, എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഈ വ്യക്തിക്ക് നിങ്ങളോടുണ്ട്. തീർച്ചയായും നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്, ഒരുപാട് അഫെക്ഷൻ, ഒരുപാട് ലവ് നിങ്ങളോട് ഈ വ്യക്തിക്കുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു. തീർച്ചയായും ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് വാല്യൂ ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രഷ്യസ് ആയിട്ട് നിങ്ങളെ ഈ വ്യക്തി കാണുന്നുണ്ട്. നിങ്ങളോടുള്ള ഒരു ഫീലിംഗ് വളരെ ട്രൂ ആണ്. വളരെയധികം ഇവർ നിങ്ങളെ പ്രണയിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ പുറമേ എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ വ്യക്തികൾ വളരെ റൂഡായിട്ടുള്ള അല്ലെങ്കിൽ വളരെ റഫായിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും ഈ വ്യക്തിക്ക് നിങ്ങളോടുണ്ടായിരിക്കുക. അതായത് എംപറർ എനർജി വളരെ സ്ട്രോങ് ആയിട്ടുള്ള, അല്പം റൂഡ്, അല്പം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു നേച്ചർ പുറമേ കാണിക്കുമെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോട് ഒരുപാട് ഇഷ്ടം ഈ വ്യക്തിക്കുണ്ട്. വിത്ത് ദ നൈറ്റ് ഓഫ് കപ്സ് നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. തീർച്ചയായും ഒരുപാട് കാലത്തേക്ക് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഈ ഒരു റൂഡ് അല്ലെങ്കിൽ ഒരു റഫ് ബിഹേവിയർ അല്ലെങ്കിൽ ഒരു സീരിയസ് ടൈപ്പ് ഓഫ് ബിഹേവിയർ കാണിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. വിത്ത് ദ മജീഷ്യൻ കാർഡ് തീർച്ചയായും ഈ വ്യക്തിക്ക് സ്വന്തം ഇമോഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഈ വ്യക്തി കാണിക്കുന്ന ആ ഒരു സീരിയസ്നെസ് നിങ്ങളുടെ മുന്നിൽ ഈ വ്യക്തിക്ക് അഴിച്ചു വെക്കേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ഓവറോൾ എനർജി ഈ പേഴ്സൻ്റെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ജസ്റ്റിസ് കാർഡ് ആൻഡ് 10 of cups എന്ന കാർഡാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ് ജസ്റ്റിസ് കാർഡ്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ന്യായം നൽകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. മേ ബി ഈ വ്യക്തി നിങ്ങളോട് അവരുടെ ഫീലിങ്സ്, അവരുടെ ട്രൂ നേച്ചർ, ട്രൂ ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ വ്യക്തി നിങ്ങളോട് എല്ലാ കാര്യവും തുറന്നു പറയണം. ഈ വ്യക്തി നിങ്ങളോടുള്ള ആ ഒരു ട്രൂ ലവ് എക്സ്പ്രസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് പോസിബിൾ ആണ് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് കാലത്തേക്ക് ഈ വ്യക്തിക്ക് നിങ്ങളുടെ മുന്നിൽ സീരിയസ് ആയിട്ട് നിൽക്കാൻ സാധിക്കില്ല. 10 of cups എനർജി വളരെ പോസിറ്റീവാണ്. ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് പ്രണയിക്കുന്നുണ്ട്. നിങ്ങളാണ് ഈ വ്യക്തിയുടെ ലൈഫ്, നിങ്ങളാണ് ഈ വ്യക്തിയുടെ ഫാമിലി. ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ ലവർ ആണെങ്കിൽ തീർച്ചയായും ഒരു ഹാപ്പി ഫാമിലി ഇവർ നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർ സ്വപ്നം കാണുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് കാണുന്നു. തീർച്ചയായും ഒരു സീരിയസ് റിലേഷൻഷിപ്പ് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഒരു സ്റ്റേബിൾ, ഒരു ട്രൂ ലവ് തന്നെയാണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത്. ഓക്കെ, സോ ഈ വ്യക്തി ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വ്യക്തി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് എന്തെങ്കിലും തരത്തിലൊരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലാണ് എങ്കിൽ തീർച്ചയായും ഈ വ്യക്തിക്ക് ഒരുപാട് കാലത്തേക്ക് നിങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാർഡ്സ് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, സോ വളരെ പോസിറ്റീവായിട്ടിരിക്കുക. ഈ വ്യക്തി തീർച്ചയായും നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വരുന്നതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. സോ ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായി എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം അത്യാവശ്യമാണ്. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ എല്ലാ കാര്യവും എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക. അതേപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിരിക്കും. അതേപോലെ തന്നെ ജെൻഡർലെസ് റീഡിംഗ് ആണ്. മെയിൽ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും ഈ റീഡിംഗ് കാണാവുന്നതാണ്.